കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി മോളുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത നൊമ്പരമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹപാഠികളോടൊപ്പം പഠിച്ചു വളർന്ന് 5 മുതൽ ഈ സ്കൂളിൽ പഠിച്ച് വളരെ നല്ല കുട്ടി. ഞങ്ങൾക്കൊന്നും കുഞ്ഞിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. നന്നായി പഠിക്കുകയും ഏത് കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന പ്രിയപ്പെട്ട മകള്. കുഞ്ഞിന്റെ വേർപാട് എത്ര ദുഃഖകരമാണ് കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദത്തിൽ തന്നെ നമുക്കറിയാൻ കഴിയും. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ഒരു പൂവിന്റെ അവസ്ഥയാണ് ശരിക്കും. പ്രിയപ്പെട്ട മകളുടെ പിതാവ് ഇന്നലെ ഞാൻ ആ ഭവനത്തിൽ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. എനിക്കറിയില്ലായിരുന്നു സുനിലിന്റെ മകളാണ് എന്നുള്ള വിവരം. സുനിലിനോട് തന്നെ ചോദിച്ചു, ഈ കുഞ്ഞിന്റെ പിതാവ് ഇവിടെ, അമ്മ ഗൾഫിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് അതിൽ നിന്ന് മോചനനായിട്ടില്ല. കാരണം സുനില് 2 വർഷങ്ങൾക്ക് മുമ്പ് PTA എക്സിക്യൂട്ടീവ് അംഗവും PTA വൈസ് പ്രസിഡന്റും ഒക്കെയായി ഈ സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അന്ന് മുതൽ ഇന്നുവരെ ആ സൗഹൃദം പുലരുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വേർപാട് ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന സുനിൽ പറയാണ്, ഞാൻ രാവിലെ വന്നാൽ മതി മോളെ എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി രാത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടു. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. വേദനാജനകമായ ഈ അന്തരീക്ഷത്തിൽ കുടുംബത്തിന് തമ്പുരാൻ ആശ്വാസം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.